ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി ഇന്നും നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. അനാവശ്യമായാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്ന് പ്രതിപക്ഷം ആരോപിച്ചപ്പോൾ തന്ത്രിയെ മുൻനിർത്തി UDF-ഉം BJP-യും സുവർണാവസരം നോക്കുകയാണെന്ന് MP രാജേഷ് തിരിച്ചടിച്ചു. നേറ്റിവിറ്റി കാർഡ് ബില്ല് റവന്യൂ മന്ത്രി K രാജൻ അവതരിപ്പിച്ചു. ബജറ്റ് സമ്മേളനം വെട്ടിച്ചുരുക്കി നിയമസഭ നാളെ പിരിയും. പതിവ് പോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സഭ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്നും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിയുടെ അറസ്റ്റ് അനാവശ്യമാണെന്നും പ്രതിപക്ഷ നേതാവിന് പകരം സംസാരിച്ച തൃപ്പൂണിത്തുറ MLA K ബാബു ആരോപിച്ചു. ആചാര ലംഘനത്തിൽ ഗവൺമെന്റ് നിലപാടിൽ അനുകൂലിച്ചില്ല എന്നുള്ളതിന്റെ പേരിൽ ശബരിമല തന്ത്രിയെ അനാവശ്യമായി 40 ദിവസം ജയിലിൽ അടക്കുകയുണ്ടായി. തന്ത്രിക്ക് എന്ത് പ്രത്യേകതയാണുള്ളത് എന്ന് ചോദിച്ച മന്ത്രി MP രാജേഷ് UDF-നും BJP-ക്കും ഒരേ സ്വരമാണെന്നും ആരോപിച്ചു. സർ, തന്ത്രിക്ക് 2 വക്കീലന്മാർ പുറത്തുണ്ട്. സഭയ്ക്ക് പുറത്ത് 2 വക്കീലന്മാരുണ്ട്. BJP-യുമുണ്ട്, UDF-ഉമുണ്ട്. സഭയ്ക്കകത്ത് BJP ഇല്ലാത്തത് കൊണ്ട് ആ BJP-ക്ക് വേണ്ടി കൂടിയുള്ള വക്കാലത്ത്, തന്ത്രിയുടെ വക്കാലത്ത് പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുകയാണ്. അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷം തയ്യാറായില്ല. ചോദ്യോത്തരവേള കഴിഞ്ഞ് ശ്രദ്ധ ക്ഷണിക്കലിലേക്ക് കടന്നതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. നേറ്റിവിറ്റി കാർഡ് ചരിത്ര നിയമമെന്ന് ബില്ല് അവതരിപ്പിച്ച റവന്യൂ മന്ത്രി K രാജൻ ഒരുമിച്ച് നിന്ന് ഇത് അംഗീകരിക്കുകയും ഇതിൽ ആവശ്യമായ ഭേദഗതികൾ നിർദ്ദേശിക്കുകയും ചെയ്യേണ്ട പ്രതിപക്ഷം അവരുടെ ആശങ്കകൾക്ക് തീർച്ചയായും കേരളം ഒരുമിച്ച് കേരളീയനായ മനുഷ്യന്റെ ഒപ്പമുണ്ടെന്ന് പ്രഖ്യാപിക്കാനും പ്രതിപക്ഷം ഇരുന്നില്ല. നടപടികൾ വെട്ടിച്ചുരുക്കി സഭ നാളെ പിരിയും. മാർച്ച് 26 വരെ നിശ്ചയിച്ചിരുന്ന സഭാ സമ്മേളനം പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് നേരത്തെ പിരിയുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.